വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം യെശയ്യാ പ്രവചനം 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ചീട്ട് യോനായ്ക്ക് വീണു, അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരേണം. വേദപുസ്തക സാഹിത്യത്തിൽ വളരെ പ്രത്യേകതയുള്ള ഒരു അസാധാരണ പ്രവചന കഥയാണ് യോനായുടെ പുസ്തകം. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം ആരിലാണ് പ്രസാദിക്കുന്നത്? യഹൂദനിലും ക്രിസ്ത്യാനിയിലും മാത്രമാണോ? ദൈവം എന്തിലാണ് പ്രസാദിക്കുന്നത്? ബാഹ്യകർമ്മങ്ങളിലോ ആന്തരിക അനുഭവങ്ങളിലോ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതും ദൈവത്തിൻ്റെ നിസ്തുലതയെ വെളിപ്പെടുത്തുന്നതുമാണ് യോനായുടെ പുസ്തകം. പ്രവാചകന്റെ സ്വദേശം ദക്ഷിണ ഗലീലയിലെ നസറേത്തിൽ നിന്ന് 3 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഗത്ഹേഫറാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അമിത്ഥായിയും ആയിരുന്നു. യോന എന്ന പേരിൻ്റെ അർത്ഥം പ്രാവ് എന്നുള്ളതാണ്. യൊരോബെയാം 2-ാമൻ ഇസ്രായേലിലെ രാജാവായിരിക്കുമ്പോഴാണ് യോന പ്രവാചകൻ പ്രവർത്തിക്കുന്നത്. അശ്ശൂരിൻ്റെ തലസ്ഥാനമായ നിനവെ ആയിരുന്നു യോന പ്രവാചകന്റെ പ്രവർത്തന സ്ഥലം. എന്നാൽ ഇസ്രായേല്യരുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അശ്ശൂർ. അശ്ശൂരിൻ്റെ തലസ്ഥാനമായ നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കുവാനാണ് പ്രവാചകന് ദൈവവിളി ഉണ്ടാകുന്നത്. ഈ ഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവ സാന്നിധ്യം വിട്ടകലുന്ന തീരുമാനങ്ങളെടുത്ത വ്യക്തിയായിരുന്നു യോന. ദൈവ സാന്നിധ്യം അവഗണിച്ച് സ്വന്തം ആലോചന പ്രകാരം തീരുമാനമെടുത്ത വ്യക്തിയായി യോനായെ നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ സ്വകാര്യതകൾ കാത്തു സൂക്ഷിക്കുവാൻ യോന ഇവിടെ ശ്രമിക്കുന്നു. താൻ നശിക്കരുത്, തൻ്റെ ജനമായ ഇസ്രായേലിന് അനർത്ഥം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്നത് ഒരുതരം വികലതയാണ്. സംവേദന രാഹിത്യത്തിന് കാരണമാകുന്ന യുക്തിരഹിതമായ ഉറക്കം യോനയിൽ നമുക്ക് ദർശിക്കാം. സഹയാത്രികരുടെ വേദനയോ മറ്റു ജനങ്ങളുടെ പ്രാർത്ഥനയോ അടുത്ത നിമിഷം സംഭവിപ്പാൻ പോകുന്നത് എന്ത് എന്നോ യോന പ്രവാചകൻ അറിയുന്നില്ല. മാത്രമല്ല, സ്വന്തം ആധ്യാത്മികതയെക്കുറിച്ച് വാചാലനാകുന്ന പ്രവാചകനെ നമുക്ക് കാണാം. കരയും കടലും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പ്രവാചകൻ പറയുന്നതും നമ്മൾ വായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനല്ലാതെ മറ്റൊരു ജാതിക്കും ദൈവത്തിൻ്റെ സംരക്ഷണയ്ക്ക് അവകാശമില്ല എന്ന് യോന പ്രവാചകൻ ചിന്തിച്ചിരുന്നു. ഇവയൊക്കെയാണ് നിനവയിലേക്ക് പോകുവാനായിട്ട് യോന പ്രവാചകൻ വിസമ്മതിച്ചതിന് കാരണം. രണ്ടാമതായിട്ട്, ദൈവ സാന്നിധ്യം ഉൾക്കൊണ്ട ജനതയിലുണ്ടായ പരിവർത്തനം. ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ബാബേൽ നഗരത്തിൽ നിന്നും വടക്ക് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടത്തിൽ പണിയപ്പെട്ട വളരെ പ്രസിദ്ധമായ ഒരു പട്ടണമായിരുന്നു നിനവെ. ആക്രമണകാരികളായിരുന്ന അശ്ശൂര്യർ അഹങ്കാരികളും സർവ്വവിധ ദോഷങ്ങൾക്ക് വിധേയരായും ജീവിച്ചു. സ്നേഹത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ദേവതയായ ഇഷ്ടാറായിരുന്നു നിനവയുടെ ആരാധനാമൂർത്തി. അതിനാൽ നിനവയുടെ മനം തിരിവായിരുന്നു യഹോവയായ ദൈവം ആഗ്രഹിച്ചത്. ആ ആഗ്രഹ നിവർത്തിക്കായിരുന്നു പ്രവാചകനെ ദൈവം നിനവയിലേക്ക് അയച്ചതും. അവിടെ യോന പ്രവാചകന്റെ ഒറ്റ പ്രസംഗത്തിലൂടെ ജനങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനായി ഇടയായി. അതിനാൽ ചെറിയവരും വലിയവരും ഒരുപോലെ രട്ടുടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. രാജാവ് മുതൽ മൃഗങ്ങൾ വരെ അവിടെ ഉപവസിക്കുന്നതായിട്ട് തിരുവചനത്തിൽ നിന്നും നമ്മൾ കാണുന്നു. അങ്ങനെ യോനായുടെ 2-ാം നിയോഗത്തിലൂടെ 1,20,000-ൽ ചില്ലുവാനം മനുഷ്യരും മൃഗങ്ങളുമുള്ള ഒരു നഗരത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമായി. പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം വിട്ടകലുകയാണോ? ആ സാന്നിധ്യം ഉൾക്കൊള്ളുകയാണോ നാം ചെയ്യുന്നത്? ശാന്തമായി വിലയിരുത്താം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ദൈവ സാന്നിധ്യം വിട്ടകലുന്ന തീരുമാനങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തികളായി തീരാതെ ദൈവ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത പരിവർത്തന വിധേയമാക്കി തീർക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.